guys, welcome back. So ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വന്ന എലൈറ്റ് മോഷനിലെ ഫ്ലിക്കർ ടെക്സ്റ്റ് ആണ്. ഇത് ട്രെൻഡിങ് ആയിട്ടുള്ള ടെക്സ്റ്റ് ആനിമേഷൻ ആണ്. അതുകൊണ്ട് നിങ്ങളുടെ വീഡിയോസിൽ യൂസ് ചെയ്താൽ അടിപൊളിയായിരിക്കും. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ ഓൺ ആക്കിയിടാനും ശ്രമിക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ അതിനായിട്ട് നമ്മൾ ഇതാണ്ട് ഒരു എലൈറ്റ് മോഷനിൽ വന്നിട്ടുണ്ട്. എന്നിട്ടൊരു വീഡിയോ ഒന്ന് ഇമ്പോർട്ട് ചെയ്യാനുള്ളത് ഇതൊരു ഫുൾ ടെക്സ്റ്റിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാണ്ട് ഈ ഒരു പ്ലസ് ഐക്കൺ ഞെക്കിയിട്ട് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള ടെക്സ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടത്തിന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ ഫ്ലിക്കർ ടെക്സ്റ്റ് എന്ന് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കളറ് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വൈറ്റോ ഏതെങ്കിലും ഒരു കളർ ആക്കുക, സ്യൂട്ടബിൾ ആയിട്ടുള്ള കളർ ആക്കുക. എന്നിട്ട് നല്ലൊരു ഫോണ്ട് നിങ്ങൾ എടുത്ത് വെക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഹെവിറ്റാസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് സെറ്റായിട്ട് അളവൊക്കെ ഒന്ന് പൊസിഷനും ട്രാൻസ്ഫോമൊക്കെ ഒന്ന് സെറ്റാക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ എത്തിയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എഫക്റ്റ് പോവുക. ഈ ഒരു ഫ്ലിക്കർ ടെക്സ്റ്റിൽ പോയിട്ട് എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റിലോട്ട് പോകുക. അതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും അടിയിൽ പോകുമ്പോൾ എഫക്റ്റിൽ ടെക്സ്റ്റ് എന്നാണ്. അതിൽ നിങ്ങൾ ടെക്സ്റ്റ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിലും എൻഡിൽ യാതൊരു മാറ്റവും വരുന്നുണ്ട് കേട്ടോ. ഫേസിൽ അതേപോലെ തന്നെ 0 തന്നെ സെയിം വാല്യൂ തന്നെ കിടന്നോട്ടെ. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് താഴോട്ട് നല്ലോണം ഒന്ന് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓവർ റൈഡ് ഫിൽ കളർ എന്ന് കാണാമല്ലോ, അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓൺ ആക്കിയിടുക. എന്നിട്ട് അതിലുള്ള കളർ നിങ്ങൾ ജസ്റ്റ് ബ്ലാക്ക് ആക്കിയിടുക കേട്ടോ. ഈ ഒരു ബ്ലാക്ക് കളർ ആക്കുക. എന്നിട്ട് ജസ്റ്റ് താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നല്ലോണം താഴോട്ട് വരുമ്പോൾ ഷേപ്പ് എന്ന് കാണാം, അത് നൈസായിട്ട് സ്മൂത്ത് ആക്കുക. സ്ക്വയർ മാറ്റിയിട്ട് സ്മൂത്ത് ആക്കുക. ഓക്കെ, എന്നിട്ട് ആ റാൻഡം ഓർഡർ ഉള്ളത് ഓൺ ആക്കിയിടുക കേട്ടോ. എന്നിട്ട് ആ ഒരു സീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ, അതിലോട്ട് വന്നിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്റ്റാർട്ടിങ്ങിലും എൻഡിലും ആയിട്ട് 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള കീ ഫ്രെയിം പോയിട്ട് നിങ്ങൾ വാല്യൂ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട. സെക്കൻഡിലുള്ള കീ ഫ്രെയിം ജസ്റ്റ് നിങ്ങൾ 0.20 ആക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക, 0.20 ആക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ബാക്ക് അടിക്കുക. എന്നിട്ട് ആഡ് എഫക്റ്റ് പോവുക. ഡിസ്റ്റോർഷൻ ആൻഡ് വാർപ്പ് പോയതിനു ശേഷം നിങ്ങൾക്ക് താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫ്രാക്ടൽ വാർപ്പ് എന്ന് പറഞ്ഞൊരു റാപ്പ് എന്ന് പറഞ്ഞൊരു സാധനം കാണാം. അത് ജസ്റ്റ് നിങ്ങളൊന്ന് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ പ്രൊണൗൺസിയേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്രാക്ടൽ റാപ്പിൽ പോയിട്ട് നിങ്ങൾ പൊസിഷൻ ഉണ്ടല്ലോ, ആ ഒരു പൊസിഷൻ എക്സ് ജസ്റ്റ് 111 ആക്കുക. ഓക്കെ, ജസ്റ്റ് മുന്നോട്ടാക്കി കൊടുക്കുമ്പോൾ പ്ലസ് ചെയ്യുമ്പോൾ 11 ആക്കുക. വൈ വാല്യൂ ചേഞ്ച് ഒന്നും ചെയ്യേണ്ട. എന്നിട്ട് അവിടെയുള്ള പാരലാക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ അനക്കൊന്നും വേണ്ട. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് നല്ലോണം കുറയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് കുറച്ചിട്ട് 0.020 ആക്കുക. ഓക്കെ, 0.020 ആക്കുക. എന്നിട്ട് ഡീറ്റെയിൽ നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കണം. സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും 2 കീ ഫ്രെയിം. അതായത് സ്റ്റാർട്ടിങ്ങിലുള്ള കീ ഫ്രെയിം നിങ്ങൾ വാല്യൂ 0.12 ആക്കി കൊടുക്കുക. ഓക്കെ, നല്ലോണം കുറച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക, 0.12 ആക്കുക. എന്നിട്ട് അറ്റത്തുള്ള കീ ഫ്രെയിമിൽ പോയിട്ട് വാല്യൂ നിങ്ങൾ ഡീറ്റെയിലിൽ 3.96 ആക്കുക. 3.96. ഓക്കെ, 3.96 ആക്കി കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ലാക്യുനാരിറ്റി എന്ന് പറഞ്ഞ ആയത് 0.25 ആക്കുക. നല്ലോണം ഒന്ന് കുറച്ച് കൊടുക്കുക. സ്ക്രീൻ സ്പേസ് ഓൺ ആക്കിയിടുക. ഒക്ടേവ്സ് നിങ്ങൾ 9 ആക്കുക. അത് ഫുള്ളായിട്ട് കൂട്ടിയിടുക കേട്ടോ. ലാക്യുനാരിറ്റി 0.25, സ്ക്രീൻ സ്പേസ് ഒന്ന് ഓൺ ആക്കിയിട്ട് ഒക്ടേവ്സ് ഒന്ന് 9 ഇട്ടേക്കുക. ഓക്കെ, ഇപ്പം നമ്മുടെ വീഡിയോ ഏകദേശം സെറ്റായിട്ടുണ്ട്. ആ ഒരു ഫ്ലിക്കർ ടെക്സ്റ്റ് കണ്ടോ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയാണ്. ഇനി നിങ്ങൾ കുറച്ചും കൂടി അടിപൊളി എഫക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ, അപ്പോൾ ഇതുവരെ നമ്മളെ വീഡിയോ ഉള്ളൂ, പക്ഷേ ഇനിയും കൂടെ കുറച്ചും കൂടെ എഫക്റ്റ് ആഡ് ചെയ്ത് ആ ഒരു ഫ്ലിക്കർ ടെക്സ്റ്റ് അടിപൊളി ആക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്മൂത്ത് ആക്കണമെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് പോവുക. നിങ്ങൾ ഗേർഷ്യൻ ബ്ലർ അടിക്കുമെന്ന്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ബ്ലറിൽ പോകുമ്പോൾ ഗേർഷ്യൻ ബ്ലർ കാണാം. അത് ജസ്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൂടെ ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. അതിനുശേഷം ആ ഒരു ഗേർഷ്യൻ ബ്ലറിൽ നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കീ ഫ്രെയിമിൻ്റെ പ്രത്യേകത അറ്റത്ത് ഏറ്റവും എൻഡിലായിട്ട് സെക്കൻഡ് കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റ് കീ ഫ്രെയിം എൻഡിൻ്റെ കുറച്ച് ഭാഗം ഇപ്പോൾ 2 കിടക്കുന്ന എൻഡിങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് 15 ആക്കി കൊടുക്കുക. ഓക്കെ, കുറച്ച് ജസ്റ്റ് ഒന്ന് വാല്യൂ മാറ്റി കൊടുക്കുമ്പോൾ ആകാം. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഇത് പോകുന്നതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഇതിനങ്ങ് മാറ്റി കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ 120 ആക്കിയിരിക്കുന്നത്. എന്നിട്ട് ആ ഒരു ഫസ്റ്റ് വാല്യൂലുള്ള സ്ട്രെങ്ത് നിങ്ങൾ 0 ആക്കി കൊടുക്കുക. ലാസ്റ്റ് പോയിട്ട് അത് ജസ്റ്റ് നിങ്ങൾ 1 ആക്കി 1, 2 ഒക്കെ ആക്കി കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനൊന്ന് ആക്കി കൊടുക്കുക. എന്ന് വെച്ചാൽ മൊത്തം പോകുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ട് ഈ ഒരു വാല്യൂ ആക്കുക 1550 ആക്കുക. ഇപ്പോൾ ജസ്റ്റ് ഞാൻ വീഡിയോ കാണിച്ചു തരാം.
അടിപൊളി ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ആഡ് എഫക്റ്റ് പോവാം, ആഡ് എഫക്റ്റ് പോവാം. നിങ്ങൾ ഒപ്പാസിറ്റി ആൻഡ് വിസിബിലിറ്റി കാണാം. അതിൽ ഫേഡ് ഇൻ ഫേഡ് ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് കൂടി ഒന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഇതിൽ നിങ്ങൾ ഇന്ന് യാതൊരു മാറ്റവും വരുത്തണ്ട. ഔട്ട് നിങ്ങൾ ഫുള്ള് കുറയ്ക്കുക, 0 ആക്കാം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി എഫക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ബോർഡർ ആൻഡ് ഷാഡോ പോവാം. ജസ്റ്റ് താഴോട്ട് പോയിട്ട് ഈ ഒരു തേർഡ് ഓപ്ഷൻ കണ്ടല്ലോ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഷാഡോ കൊടുക്കുക. എന്നിട്ട് ആ ഒരു കളർ നിങ്ങൾ ജസ്റ്റ് വൈറ്റോ ഏതെങ്കിലും ഒരു കളർ ആക്കുക. എന്നിട്ട് അതിൻ്റെ സൈസ് നിങ്ങൾ നല്ലോണം ഒരു 30 ആക്കി കൊടുക്കുക. 35 ആക്കി കൊടുക്കുക. ഞാൻ 30 ആണ് ആക്കണേ. എന്നിട്ട് ആ ഒരു പൊസിഷൻ എക്സ് 0യും വൈയും 0 ആക്കി കൊടുക്കുക. രണ്ടും 0 ആക്കി കൊടുക്കുക. ഇപ്പോൾ അതാണ് നമ്മളുടെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാവേ. കണ്ടോ, അടിപൊളി കിഡിലോസ്കി ഒരു ഔട്ട്പുട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അടിപൊളി ഔട്ട്പുട്ടാണ്. കണ്ടോ, എന്നെ സ്മൂത്തായിട്ടുള്ള ആ ഒരു ഫ്ലിക്കർ ടെക്സ്റ്റ് ആണ് നമുക്ക് ലഭിച്ചിരുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചു പൊട്ടിച്ചേക്ക്. ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് ഓളിലോട്ട് ഇട്ടേക്ക്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ.